ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഫുഡീസിൽ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് കുടംപുളി ഇട്ട് വെച്ച നാടൻ മുട്ടക്കറിയാണ്. അപ്പോൾ വളരെ ടേസ്റ്റുള്ളൊരു കറിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്തതെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഒട്ടും സമയം കളയാതെ വീഡിയോയിലേക്ക് പോകാം. ഇതിനായിട്ട് ഞാനിവിടെ 3 മുട്ടയാണ് എടുത്ത് വെച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് മുട്ട എടുക്കാം. അപ്പോൾ ഇത് നമുക്കൊന്ന് പുഴുങ്ങിയെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിൽ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഈ മുട്ടയൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. മുട്ട ഇട്ട് കൊടുക്കുന്നതിൻ്റെ കൂടെ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം. എന്നാൽ നമ്മൾ മുട്ട പുഴുങ്ങി കഴിയുമ്പോൾ ഇതിൻ്റെ തോല് പൊളിച്ചെടുക്കാൻ വളരെ എളുപ്പമായിരിക്കും. മുട്ട പൊട്ടി പോകുന്നില്ല. അപ്പോൾ ഇത് ഞാൻ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് പുഴുങ്ങിയെടുക്കാം. അപ്പോൾ ആ സമയത്തിനുള്ളിൽ നമുക്കിതിലേക്ക് വേണ്ട ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതിനായിട്ട് ഞാനൊരു ഏകദേശം ഒരു 10-12 അല്ലി ചെറിയുള്ളിയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് എടുക്കാം. അപ്പോൾ ചെറിയുള്ളി തന്നെ എടുക്കണം. ഇതിൻ്റെ ഈ കറിക്ക് ടേസ്റ്റ് ചെറിയുള്ളിയാണ്. അപ്പോൾ ചെറിയുള്ളി തന്നെ എടുക്കാൻ നോക്കണം. അപ്പോൾ അത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. ഇനി നമുക്ക് ഇഞ്ചി അതേപോലെ തന്നെ ചെറുതായിട്ട് കട്ട് ചെയ്തിടാം. ഇഞ്ചി വേണമെങ്കിൽ ചതച്ചിടാം. ഞാൻ ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിടുന്നുള്ളൂ. പിന്നെ ഒരു പച്ചമുളകും, അത് എരിവിനനുസരിച്ച് നമുക്ക് ആവശ്യമുള്ള അനുസരിച്ച് ചേർക്കാം. ഇത് നല്ല എരിവുള്ള മുളകാണ്, അതുകൊണ്ട് ഞാൻ അധികം ചേർക്കുന്നില്ല. പിന്നെ വെളുത്തുള്ളി ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുന്നുള്ളൂ. വേണമെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ പേസ്റ്റാക്കി വേണേൽ അങ്ങനെയും ചേർക്കാം. പിന്നെ സ്റ്റൗ ഓണാക്കി ഒരു ചട്ടി വെക്കുകയാണ് ഞാൻ. അപ്പോൾ അതിലേക്ക് നമുക്ക് ചട്ടി നന്നായി ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം. ഏകദേശം ഞാനൊരു 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കടുകൊക്കെ പൊട്ടിക്കഴിയുമ്പോൾ അതിൽ ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. ആദ്യം ഒന്ന് ചെറുതായി മൂത്ത് കഴിയുമ്പോൾ അതിലേക്ക് ചെറിയുള്ളിയും കൂടി ഇട്ട് കൊടുക്കണം. പിന്നെ പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ഒരുപാടൊന്നും അങ്ങ് വഴന്നു പോകണ്ട. ഒരു പാകത്തിന് ചെറിയൊരു ബ്രൗൺ കളർ ആകുന്നതിന് കുറച്ച് മുമ്പേ തൊട്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഒരുപാട് അങ്ങ് വഴറ്റിയെടുക്കണ്ട. ഇത് ഏകദേശം ഇത്രയും ഒരു പാകത്തിനായാൽ മതി. ഇത്രയും വഴന്ന് കിട്ടിയാൽ മതി. ഉള്ളിയും വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ കൂടെ. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി. അത് ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തത്. എരിവ് വേണമെങ്കിൽ സാദാ മുളക് പൊടിയും കൂടെ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇത് നന്നായി ഒന്ന് വഴറ്റി. ഈ കൂടെ മല്ലിപ്പൊടിയും ഇട്ട് കൊടുക്കണം. ഞാൻ മല്ലിപ്പൊടി എൻ്റെ കയ്യിൽ വറുത്തതായതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇട്ട് കൊടുക്കാത്തത്. ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക എണ്ണയിൽ. ഇതിലേക്ക് ഞാൻ അതേപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഗരം മസാലയാണ്. ഈ മല്ലിപ്പൊടി നിലയിൽ കഴിയുമ്പോൾ ഇതിലേക്ക് കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കണം. ഏകദേശം ഞാനൊരു 2 ടീസ്പൂൺ ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. അങ്ങോട്ട് ഇട്ടിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് കുടംപുളി ഇട്ടിട്ടാണ് ഞാനത് ഈ മുട്ടക്കറി വെക്കുന്നത്. അപ്പോൾ പുളിക്ക് ആവശ്യത്തിന്, ഒരുപാട് പുളി വേണ്ട, ആവശ്യത്തിന് പുളിക്ക് വേണ്ടി മാത്രം 2 ചെറിയ കുടംപുളി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ കുടംപുളി നല്ല പുളിയായി കഴിയുമ്പോൾ കുടംപുളി എടുത്ത് മാറ്റണം. പിന്നെ ഇവിടെ തക്കാളി ചേർത്ത അത്രയ്ക്കൊരു ടേസ്റ്റ്, തക്കാളി ചേർക്കുമ്പോൾ വേറൊരു ടേസ്റ്റായി പോയി കറിക്ക്. അതുകൊണ്ടാണ് ഞാൻ തക്കാളി ചേർക്കാത്തത്. തക്കാളി ചേർക്കാതെ തന്നെ ഈ കറി വെക്കണം. കുടംപുളി ഇട്ടിട്ടാണ് വെക്കേണ്ടത്. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് മൂടി വെക്കാം. നന്നായിട്ട് കറി തിളച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇങ്ങനെ തുറന്ന് വെച്ച് തന്നെ കുറച്ച് നേരം കുക്ക് ചെയ്യണം. എന്നിട്ട് ഈ ഗ്രേവി നമുക്ക് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. ഇത് നന്നായി വറ്റി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മുടെ മുട്ട ചെറുതായിട്ടൊന്ന് വരഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇതേപോലെ വരഞ്ഞിട്ട് ഇട്ട് കൊടുക്കണം. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ ഒരു പാകത്തിന് വേണമെങ്കിൽ കറി നമുക്ക് ഓഫ് ചെയ്യാം. പക്ഷെ ഞാൻ ഇതിലേക്ക് തേങ്ങാപ്പാലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് ഈ മുട്ടയൊക്കെ ഈ മസാല പിടിക്കും പോലെ ഇളക്കിയെടുക്കണം. ഈ ഒരു പാകത്തിന് കൂട്ടാൻ നല്ല ടേസ്റ്റാണ്. പക്ഷെ ഞാൻ കുറച്ച് തേങ്ങാപ്പാലും കൂടെ ചേർത്താൽ ഒന്നും കൂടെ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതിലേക്ക് ഒരു നുള്ളു ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കണം. ഉലുവാപ്പൊടി ഒരുപാടായി പോകരുത്. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. കുറച്ച് ഗരം മസാലയും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഗരം മസാല ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ച ഗരം മസാലയാണ്. എന്നിട്ട് ഒന്നും കൂടെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിൽ ഗ്രാമ്പൂ, പട്ട, ഏലക്ക, കുരുമുളക്, തക്കോലം,
ഇതൊക്കെ ഇട്ടിട്ടാണ് ഞാൻ ഗരം മസാല പൊടിച്ചത്. അപ്പം നല്ല വറ്റി കുറുക്കി ഇതേ ഒരു പാകമാകുന്നത് കണ്ടോ. ഇതേ ഒരു പാകമാകുന്ന സമയത്ത് മാത്രമേ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. അപ്പോഴേ നല്ല പാകത്തിന് കറി കിട്ടുള്ളൂ. ഒരു ചെറിയ ബൗളിൽ നല്ല കട്ടി തേങ്ങാപ്പാലാണ് ഞാൻ എടുത്തു വെച്ചേക്കുന്നത്. അപ്പോൾ ഇതൊന്ന് ഇളക്കിയിട്ട് നമുക്കിനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ സമയത്ത് നമ്മുടെ പുളിയും ഉപ്പും ഒക്കെ പാകത്തിനുണ്ടോ എന്ന് നോക്കണം. അപ്പോൾ പുളി ഒരുപാടായിട്ടുണ്ടെങ്കിൽ പുളി എടുത്ത് മാറ്റണം. ഒരുപാട് പുളി വേണ്ട, ഒരു പാകത്തിന് പുളി മതി. അപ്പം പുളി കൂടി പോയിട്ടുണ്ടെങ്കിൽ പുളി മുന്നോട്ട് വെക്കും. അപ്പോൾ അതിന് മുമ്പേ തന്നെ നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പുളി എടുത്ത് കളയേണ്ടതാണ്. പാലൊഴിച്ച് കഴിഞ്ഞ് നല്ലൊരു തിള വരുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യണം. ഇപ്പോൾ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പാലൊഴിച്ച് കഴിഞ്ഞാൽ ഒരുപാട് അങ്ങോട്ട് ഇട്ട് തിളപ്പിക്കരുത്. നല്ലൊരു തിള വരുമ്പോൾ തന്നെ അപ്പോൾ തന്നെ ഓഫ് ചെയ്യണം. നമ്മുടെ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്യാൻ പോവാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പത്തിൻ്റെ കൂടെ, ചപ്പാത്തിൻ്റെ കൂടെ, ചോറിൻ്റെ കൂടെയൊക്കെ പോകുന്ന നല്ലൊരു കറിയാണ്. അപ്പോൾ ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനി പുതിയൊരു റെസിപ്പി ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും.